എന്റെ പേര് കോമളൻ. സ്നേഹമുള്ളവരെന്നെ കോമള മാമ എന്ന് വിളിക്കും. അസ്വസ്ഥമായ മനസ്സുകളുടെ ആശ്രയമാണ് ഞാൻ. ഇവിടെ ആർക്കാണ് അസ്വസ്ഥത? പറയൂ. എന്റെ അസ്വസ്ഥ പറയണം പ്ലീസ്. എന്താ ഒരു കുശുകുശുപ്പ്? ഒന്നുമില്ല, ഒരു കൊതുകിന്റെ കൃമിയെ കുറിച്ച് പറഞ്ഞു. ആ കൃമികടി ഞാൻ മാറ്റിത്തരാം. നിങ്ങൾ ആരാന്ന് പറഞ്ഞാ മതി. ആരാ ആ കൃമി? ഇത് തന്നെ. ഇയാളാ? ഇതല്ല, ഈ പച്ചപ്പറ്റിനിട്ട കൃമി. ഓ, ഈ പച്ചക്കൃമി. കുഴപ്പമില്ല, വഴിയുണ്ടാക്കാം. അതിനല്ലേ ഞാനുള്ളത്. കൃമിക്ക് കടിയുണ്ടാക്കാൻ പറ്റിയ മരുന്ന് ഈ ബാഗിന്റെ അകത്തുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടെന്നേ. ആ ദേ, ഏതാന്ന് വെച്ചാ നിങ്ങൾ സെലക്ട് ചെയ്തു. നോക്ക്, റാണിയുണ്ട്, പത്മിനിയുണ്ട്, കത്രീനയുണ്ട്, കരീനയുണ്ട്, പിന്നെ വത്സമ്മയും. നിങ്ങൾ വലിയൊരു സംഭവം ഉണ്ടോ? ആ, സത്യത്തിൽ നിങ്ങൾക്കൊക്കെയാണ് പത്മശ്രീ തരണ്ടേ. നിങ്ങളെ ഞാൻ മാമാന്ന് വിളിക്കുള്ളൂ. മാമ. നോക്ക്, ആ കൊച്ചെങ്ങനെയുണ്ടോ നോക്കിയേ. അത് ചേട്ടാ, ഓ, ആരായാലും കുഴപ്പമില്ല. ആ. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ. എന്താ അത്? അത് പിന്നെ ഇവിടെ ഉള്ള സാധനമൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾക്ക് സിന്ധുവാണ് ബെസ്റ്റ്. ബോംബെക്കാരിയാ. ഇപ്പൊ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. പേടിക്കണ്ടെന്നേ, മലയാളിയാ. അതാവുമ്പോ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാമല്ലോ. പിന്നെ ഒരു പ്രശ്നമുള്ളത്. എന്താ? നല്ല കാശാ. അതൊന്നും കുഴപ്പമില്ല. അതൊന്നും ഒരു പ്രശ്നമില്ല. എങ്കിൽ കുഴപ്പമില്ല. ഞാനൊരു നമ്പർ തരാം. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിക്കേ. വിളിക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാ മതി. അപ്പൊ അവിടുന്ന് ഒരു ചിരി വരും. ഇറങ്ങിയുന്നുണ്ട്. ഹലോ ഹലോ ചേച്ചി, എന്റെ പേര് ബാലു എന്നാണേ. ഞാൻ മറ്റേ കോമളൻ ചേട്ടൻ പറഞ്ഞിട്ട് വിളിക്കാ. സിന്ധു ചേച്ചി അല്ലേ? ആ, മനസ്സിലായി മനസ്സിലായി. നിങ്ങൾ എത്ര പേരുണ്ട്? അയ്യോ ചേച്ചി, ഞാൻ എന്റെ വീട്ടിലെ അമ്മയ്ക്ക് ഒറ്റ മോനാ. ഓ, അതല്ല. പിന്നെ നിങ്ങൾ അവിടെ എത്ര പേരുണ്ടെന്നാ ചോദിച്ചേ. അത് നല്ല കാര്യമല്ലേ? ചോദിച്ചല്ലേ നമ്മൾ എത്ര പേരുണ്ടെന്ന്. നമ്മൾ 4 പേരുണ്ടെന്ന്. ആര്? ഞാൻ, അണ്ണൻ, മനു, ബാലു. ഞാനൊന്നു പാകിസ്ഥാൻകാരനോ? 5 പേരുണ്ടെന്ന് പറ. നീ പോയി ഫയർ വായിക്കാം. 5 പേർന്ന് വേണ്ട, ചുമ്മാ പ്രശ്നമാവും. അവള് പേടിച്ചിട്ട് വരില്ല. ഇവിടെ 2 പേരുടെ കേസ് പറയും. എന്റെ പൈസ ഞാൻ കൊടുക്കാം. അതെ, ഒരാളൊന്ന് പറഞ്ഞാൽ മതി. ഇവൻ മാത്രം. അത് മതി. ഒരാൾ, ഇവൻ മാത്രം വിളിക്കും. എടാ മനു, നിനക്കൊരു അന്തിക്കൂട്ടിനെങ്കിലും. എന്താ കട്ടായത്? അത് ചേച്ചി, ഇവിടെ റേഞ്ചിന്റെ കുറച്ച് പ്രശ്നമുണ്ട്, അതാ കട്ടായി പോയത്. ശരി ശരി. ആ, അപ്പോ നിങ്ങൾ എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ ചേച്ചി, പേടിക്കണ്ട. ഒറ്റ ഒരാളേ ഉള്ളൂ. एक मिनिट है, ഇപ്പൊ जाता हूँ. അവിടെ ഇരി. ഹലോ ഹലോ, ഞങ്ങളവിടെ വിളിച്ചു കേട്ടോ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നാളെ ചെന്ന് അവളെ ഒന്ന് കാണു. ആ ശരി കേട്ടോ. എല്ലാം ഭംഗിയായിട്ട് നടക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പോരെ? ആ ശരി ഏട്ടാ. പിന്നെ ദൈവത്തിന് അതല്ലേ പണി. ആ, ഈ ചേച്ചിയെ കിട്ടുവാ? നിന്റെ അമ്മയുടെ നായരെ കിട്ടും. മലയാളിയാണ് ചേട്ടാ. അല്ല, ബംഗാളി കീറുന്ന ഉണ്ടല്ലോ. ജീവിപ്പിക്കാൻ സമ്മതിക്കല്ലേ ബംഗാളികള്. എവിടെ ചെന്നാലും ഇവന്മാരാണല്ലോ. ചായ വന്നു. ഒരെണ്ണം വിത്തോട്ടെന്ന് പറഞ്ഞേക്കാം. അത് എനിക്കിട്ടാ. സമയം 10 മണി കഴിഞ്ഞു. അവൾ ഇവിടെ തന്നെയാണോ വരാന്ന് പറഞ്ഞത്? ആ, അയ്യേ, ഈ വിത്തോട്ടെന്ന് പറഞ്ഞിട്ട് ഒരു തരി മതിലില്ല. ഇവിടൊക്കെ മധുരമില്ലാത്ത തന്നെയാണ് വിത്തോട്ടെന്ന് പറയുന്നത്. അതെനിക്കറിയില്ല കേട്ടോ. മറ്റേ കൂറ സാധനം. ഇന്ന് വേറെ ആരുടെ കൂടെയാണല്ലോ. ഇവനൊക്കെ പോയി ചത്തുടാ. ഏത് മരപ്പെട്ടിയാണ് അവളെ കെട്ടാൻ പോണത്? അവന്റെ ഒരു വിധി. എന്തിനാ വെറുതെ ആ കുട്ടിയെ പറ്റി അവാദമൊക്കെ പറഞ്ഞുണ്ടാക്കണേ? ഒന്നും അല്ലെങ്കിൽ എല്ലാവരും സ്നേഹിക്കാനുള്ള മനസ്സാ കുട്ടിക്ക് ദൈവം കൊടുത്തില്ലേ? അതൊക്കെ ഒരു ഭാഗ്യളിയാ. എനിക്ക് കിട്ടിയത് ഞാൻ പൊളിച്ചാന്. ദേളിയാ, ഇതാ അവളല്ലേ? നോക്കിയേ, ശിവണ. ഭഗവാനെ, ഇവളെന്താണ് ഇവിടെ? മറ്റവളുടെ കൂടെ ഞാൻ ഇവിടെ നമ്മളെ കണ്ടാണ്ടല്ലോ. എന്നെ കണ്ടാ തോന്നുന്നു. പട്ടാ പകല് പോലും നിന്റെ ഒരു മനുഷ്യൻ മനസ്സിലാവില്ല. പിന്നെ നീ എന്തിനാ പതുങ്ങുന്നത്? അവന് മലയാളത്തിൽ പറ. ഹലോ അല്ല, നിങ്ങൾ ആരും ഇപ്പൊ ക്ഷേത്രത്തിൽ കാണാറില്ല? അത് ഇവന്റെ അമ്മൂമ്മ മരിച്ചിട്ട് പെല വന്നായിരുന്നേ, അതാ. ഓ, പെലെന്ന് വന്നേ. ആ പെല അല്ല, ഈ പെല. പെല വന്നിട്ട് ഒരു വാക്കിനോട് പറഞ്ഞില്ലടാ. എന്റെ ടീമിലാണ് അർജന്റീന. പറയാറുന്നില്ലടാ. ലോക തോൽവി. അല്ല, എന്താ ഇവിടെ? ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ വന്നാ. ഗേൾഫ്രണ്ട് ആണോ? അയ്യോ, പയ്യനാണത്. എനിവേസ്, ഇത്രയും കാലം കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. അതെ, ഞാൻ ഷിബു.
പ്രശസ്ത വീഡിയോഗ്രാഫറാണ്. ആഹാ. ഇപ്പൊ അടുത്ത് തന്നെ ഒരു സിനിമയൊക്കെ ചെയ്യാൻ പോകുന്നു. ഞാൻ അതല്ല, ഇതെന്റെ അസിസ്റ്റന്റ് ലൈറ്റ് ബോയ് ആണ്, പേര് ബാലു. പിന്നെ ഇതെന്റെ ഏറ്റവും അവസാനത്തെ ലൈറ്റ് ബോയ് ആണ്. വെറും ലൈറ്റ് ബോയ് അല്ല, പിന്നെ? പ്രശസ്തനായ ലൈറ്റ് ബോയ്. ഓക്കെ. കാരണം ഇല്ലാത്തപ്പോ വീഡിയോ ഒക്കെ ഞാനും ചെയ്യാറുണ്ട്. ഞാനില്ലാണ്ട് പിന്നെ ഇവൻ വർക്കിന് പോവാറുണ്ടല്ലോ അല്ലേ? അതെ. ഓ അതാണ്. പിന്നെ ഇവൻ ഞാൻ പറഞ്ഞു, മൈ നെയിം ഈസ് ബിജു ലൂക്കോസ്. ഓക്കെ. ഞാനൊരു പാവം അച്ഛനാണ്. പക്ഷെ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അച്ഛനാണ്. ഞാനൊരു ലോഡ്ജൊക്കെ നടത്തുന്നു. അതിനകത്ത് ഇവരൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. വാടക ഒന്നും കറക്റ്റായിട്ട് തരാറില്ല. ഞാനതൊന്നും ചോദിക്കാറില്ല. പൂർ ബോയ്സ് ആയതുകൊണ്ട് ഞാനത് ചോദിക്കാറില്ല. അവരൊക്കെ തരാറുമില്ല. ബൈ ദ ബൈ, കുട്ടിയുടെ പേര് പറഞ്ഞില്ല കേട്ടോ. ഐ ആം സിന്ധു. സിന്ധു. എടി, എനിക്ക് എന്തെങ്കിലും തന്നിട്ട് പോടി. വണ്ടിക്ക് കൂലിക്ക് എന്തെങ്കിലും തന്നിട്ട് പോടി. ദേ, കാര്യം കഴിഞ്ഞിട്ട് കാശ് തിരിച്ചു വയ്ക്കുന്ന പരിപാടി എന്റെ അടുത്ത് നടക്കില്ല കേട്ടോ. എല്ലാം പിടിച്ച് വാങ്ങിച്ചിട്ട് എന്നാ പിടി. എന്തൊക്കെയായിരുന്നു? ദേവിയാണ്, ദേവതയാണ്, കെട്ടിയില്ലെങ്കിൽ ചാവും, എന്നിട്ട് രണ്ടും കൂടി തമ്മിലടി. ഒരാള് കൊച്ചിന് പേരിടണം, ശിവു. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. അവള് ദേവിയാ, സിന്ധു ദേവി. ശവത്തെ കുത്തലാടാ. വെറുതെ അല്ല പണ്ടുള്ളവർ പറയണത്, അഴകുള്ള ചക്കയിൽ ചൊളയൊന്നും കാണൂലെന്ന്. അവളാ. എടുക്ക് എടുക്ക്. ഹലോ. ആ ശരി. ആ ശരി ശരി ശരി. എന്താണ്? നാളെ വരൂന്ന്. ഞാനതല്ല ചിന്തിക്കുന്നത്. വർഗീസിന്റെ കണ്ണു വെട്ടിച്ച് അവൾ എങ്ങനെ അകത്ത് കയറ്റുന്നില്ല. അണ്ണാ, എനിക്കൊരു ഐഡിയ. നമുക്കവിടെ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ഓടി വിളിച്ചിറക്കിയാലോ? ഒന്ന് ഊതിയ പറക്കുന്ന ലോഡ്ജ. അവിടെ അവൻ ഹെലികോപ്റ്റർ ഇറക്കാൻ പോണത്. അവൻ പറഞ്ഞ ബെസ്റ്റ് പോയിന്റ് ആട്ടോ. ഇല്ലവൻ കേവി പ്രശ്നം. പിന്നെ ഹെലികോപ്റ്റർ ഒന്ന് എങ്ങനെയല്ല ഇളപ്പറയും. എന്നെ ഇതോട് കുത്തി അങ്ങ് കൊല്ല്. ശിവണ്ണ, ഫുൾ റിസ്ക് ഞാനായിട്ടിടുന്നേ. അയ്യോ, എടാ, അടിമേ, അടിമേ. പഞ്ചാബി തന്നെ പരിപ്പിളൊക്കെ വന്ന് പഞ്ചാബി. माफ कीजिए साहब, माफ कीजिए, മാഫ് ചെയ്തോട്ടെ, माफ कीजिए साहब. എന്റെ പുറത്ത് ആംബുലൻസ് അടിച്ചില്ലേ? ദൈവമേ, എന്തൊക്കെ പ്ലാൻ ആർന്നിട്ട് ശിവണ്ണ. കണക്കൊക്കെ പെസയി കിടക്കും. കർത്താവേ, ഇതാരെ പഞ്ചാബി? എന്റെ ലോഡ്ജ് പഞ്ചാബിയോ? ഇത് നമ്മുടെ സ്വന്തം സ്ഥലം. ധൈര്യമായിട്ട് വരയ്ക്കും. ഹലോ, ഇവിടെ 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 എന്താ? ഒരു റൂം വേണം. ആർക്ക്? എന്റെ ഫ്രണ്ട് ബംഗാളിക്കല്ല, പഞ്ചാബിക്ക്. നിന്റെ ഫ്രണ്ടോ? എന്റെ ഫ്രണ്ട്. നീ ഇത്രക്ക് വലിയവനാ? അല്ലെങ്കിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. എന്റെ ലോഡ്ജിൽ ആദ്യമായിട്ട് ഒരു പഞ്ചാബി വരുന്നത്. അതാണ്. അല്ല, നിനക്ക് ഇയാളോട്ട് എങ്ങനെ അത് ഞാൻ പണ്ട് പഞ്ചാബി പോയപ്പോഴുള്ള ബന്ധാ. ഈ പഞ്ചാബിനും പിന്നെ പോയിട്ടുണ്ട്. ഇയാൾക്ക് മലയാളം അറിയില്ല. അറിയാത്തോണ്ടാണല്ലോ മിണ്ടാണ്ടിരിക്കണത്. ആ, അത് ശരിയാ. ഓ, എന്നാ ബോഡിയാ, ഉരുക്ക് പോലെ ഇരിക്കുന്നു. ഈ പഞ്ചാബിൽ എവിടെയാ സ്ഥലം? എന്ന് ഞാൻ അമ്മാനാടി കളിക്കും. താടിലേശം കൊള്ളാമോടാ. ഞാൻ അതിന്റെ മുതലാളി. ഗസ്റ്റുകളോടൊക്കെ ഇങ്ങനെയാണ് പെരുമാറണം. അതും ഒരു പഞ്ചാബിയോട്. സോറി കേട്ടാ. എടാ മോനെ ബാലു, എന്തോ എനിക്ക് ചെറിയൊരു ആഗ്രഹം. പറയണ്ട. ഈ പഞ്ചാബിയുടെ ബോഡിയിൽ ഒന്ന് തൊടാൻ പറ്റുമോ? അത് പറ്റില്ല. പ്ലീസ്, നീ ഒന്ന് ചോദിച്ചു നോക്കൂ. എനിക്ക് ഹിന്ദി അറിയാൻ പറ്റണ്ടേ? അത് ഞാൻ ചോദിച്ചേനെ. ആ ചോദിക്കും. एक बॉडी टच होते है.
500 രൂപ കൂടും ഹേ 500 രൂപ കൂടുമെന്നോ? അങ്ങനെയല്ല പിന്നെ ആട്ടെ ഹിന്ദി പറഞ്ഞ ചേട്ടാ സംസാരിച്ചിരിക്കാൻ സമയമില്ല, നല്ല ക്ഷീണമുണ്ടേ. ആ റൂം ഒന്ന് പിന്നെന്താ തരാലോ. അതിനാണ് പ്രയാസം. എവിടെ ആ പേര് പറ. പഞ്ചാബിയുടെ പേര് പറ. പഞ്ചാബിയുടെ പേര് പറഞ്ഞു. പേര് പറഞ്ഞോ പെട്ടെന്നാട്ടെ. പഞ്ചമതവിന്ന് എന്തെങ്കിലും പറ. ഇതിന്റെ താമസം മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടിയല്ല, മമ്മൂട്ടി. കേറി പോടാ കാട്ടുപോന്നി. സോറി സാർ, ഇവരെ ഇല്ലാത്തവനാ. ഒന്ന് ഹിന്ദി പറഞ്ഞോടാ. അത് സാറില്ല ചേട്ടാ. ചേട്ടൻ സാറയില്ലേ പോട്ടെ. പഞ്ചാബിയുടെ പേര് പറഞ്ഞു. സിന്ധു. സിന്ധു സിന്ധു അല്ല സിദ്ധു. സിദ്ധു സിദ്ധു. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. കളിക്കാരനല്ലേ? ഇയാളും കളിക്കാരനാണോ? എന്ത് കളി? ക്രിക്കറ്റ് കളിക്കാരൻ. ക്രിക്കറ്റ്. ആ ക്രിക്കറ്റ്. സിദ്ധു